ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന മൂവിയുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് കാണാൻ ശ്രമിക്കുക. ഇതിനിടെ ഒരുത്തന്റെ മേലേക്ക് ഡ്രാഗൻ വരുന്നതോടെ അവർ വെള്ളം തളിക്കുന്നു. മണ്ടന്മാരെ, ഇത് ഞങ്ങളാ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ 3 പേരെയും ഡ്രാഗൻ ആക്രമിക്കുന്നു. അതോടെ അവർ അവിടെ നിന്നും എഴുന്നേറ്റ് ഓടുകയും തടിയന്റെ നേർക്ക് ഡ്രാഗൻ വരികയും ചെയ്യുന്നു. അതോടെ തടിയൻ ഒന്നും നോക്കാതെ വെള്ളം അതിന് നേരെ തളിക്കുന്നു. പക്ഷേ അവൻ ഗ്യാസ് തുപ്പുന്ന തലയിലേക്കാണ് വെള്ളം തളിക്കുന്നത്. അതോടെ തടിയൻ പേടിച്ച് അലറിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്നു. ശേഷം ഡ്രാഗൻ ഹിക്കപ്പിന് നേരെ തിരിയുകയും ഹിക്കപ്പ് അതിന്റെ മേലെ വെള്ളം തളിക്കുന്നുണ്ടെങ്കിലും അതിന്റെ മേലേക്ക് എത്തുന്നില്ല. അതോടെ അവൻ തീർന്നെന്ന് എല്ലാവരും കരുതുകയും പക്ഷേ അവർ നോക്കുമ്പോൾ അവനെ കണ്ട് ഡ്രാഗൻ പിന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഡ്രാഗനെ കൂട്ടിൽ കയറ്റുകയും അവന്റെ പോക്കറ്റിൽ നിന്നും പാമ്പിനെ എടുത്തതിന് ശേഷം അതിന് നേർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ശേഷം അവൻ കൂടടക്കുന്നു. ഇതോടെ ഗോബർ ഉൾപ്പെടെ ഞെട്ടിയിരിക്കുകയാണ്. ശേഷം അവൻ അവിടെ നിന്ന് നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി അവൻ ഡ്രാഗന്റെ മേലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കുകയും പിറ്റേന്ന് രാവിലെ അതൊക്കെ ഡ്രാഗന്റെ മേലെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ശേഷം അവൻ അതിന്റെ മേലെ കയറി വാല് വലിച്ചു പിടിച്ചതിന് ശേഷം പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീഴുന്നു. അതോടെ അവൻ അതിന്റെ മേലെ നിന്നും അവൻ തെറിച്ചു പോകാതിരിക്കാൻ സീറ്റ് ബെൽറ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്യുകയും വീണ്ടും ട്രൈ ചെയ്യുന്നു. അങ്ങനെ വീണ്ടും വീണുകൊണ്ടേയിരിക്കുകയും അങ്ങനെ ഒരു ദിവസം ഒരു പുല്ലിലേക്ക് വീഴുകയും ഡ്രാഗൻ അതിൽ നിന്നും കളിക്കുന്നത് കണ്ട് ഡ്രാഗൻസിന് ആ പുല്ല് ഇഷ്ടമാണെന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അടുത്ത ട്രെയിനിങ്ങിന് ആ പുല്ല് എടുത്ത് അവൻ പോവുകയും പുല്ല് വെച്ച് ഡ്രാഗനെ വീഴ്ത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഇപ്പോൾ അവന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവൻ ആരെയും അടുപ്പിക്കുന്നില്ല. ശേഷം അവൻ ഡ്രാഗന്റെ അടുത്തേക്ക് വീണ്ടും പോവുകയും ഡ്രാഗനെ ചൊറിഞ്ഞു കൊടുക്കുന്നതോടെ മയങ്ങി വീഴുന്നു. അങ്ങനെ പിറ്റേ ദിവസം ട്രെയിനിങ്ങിൽ ആസ്ട്രിഡ് ഡ്രാഗനെ അടിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഹിക്കപ്പ് ഡ്രാഗനെ ചൊറിഞ്ഞു വീഴ്ത്തുന്നു. ശേഷം അവനെ എല്ലാവർക്കും വലിയ കാര്യമായിരിക്കുകയാണ്. അവനിരിക്കുന്ന സ്ഥലത്തേക്കാണ് കുട്ടികളൊക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ആസ്ട്രിഡിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഡ്രാഗനെ കളിപ്പിക്കാനുള്ള പുതിയ രീതി പഠിക്കുന്നു. ശേഷം അവൻ അത് അവന്റെ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുകയും കുട്ടികൾ ഇതൊക്കെ കണ്ട് വീണ്ടും ഞെട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് ആസ്ട്രിഡ് കാട്ടിനുള്ളിൽ നിന്ന് കോടാലി എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഹിക്കപ്പ് അതിലൂടെ പോകുന്നത് അവൾ കാണുകയും അവൾ അവനെ ഫോളോ ചെയ്തു പോകുന്നു. പക്ഷേ ഇത്തവണ അവൾ അവനെ മിസ് ചെയ്യുന്നു. ശേഷം ഹിക്കപ്പിനെ കാണിക്കുന്നു. അവൻ ഡ്രാഗന്റെ മേലെ ഇരുന്ന് പറക്കുന്നത് പരിശീലിക്കുകയാണ്. ഇതിനിടെ അവൻ വീഴുന്നൊക്കെ ഉണ്ട്. ശേഷം അന്ന് രാത്രി ഡ്രാഗന്റെ വാല് റെഡിയാക്കാൻ വേണ്ടി ഡ്രാഗനെ അവൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിനിടെ ഡ്രാഗൻ അവിടെയുള്ള ബക്കറ്റിൽ തട്ടുകയും അവിടെയുള്ള ആസ്ട്രിഡ് കേൾക്കുന്നു. ഇതോടെ അവൾ അവിടെ വന്ന് അവനെ വിളിക്കുകയും അവൻ ഓടി പുറത്തേക്ക് ചെല്ലുകയും അവൻ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നീ എന്താടാ ഇങ്ങനെ പെരുമാറുന്നേ എന്ന് ആസ്ട്രിഡ് ചോദിക്കുമ്പോൾ ഡ്രാഗൻ അവനെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു പോകുന്നു. അതോടെ അവൾ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമെങ്കിലും അവിടെ അവൾ ഒന്നും കാണുന്നില്ല. അതോടെ ഹിക്കപ്പും ഡ്രാഗനും അവരുടെ പുറകിലൂടെ പറന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം യുദ്ധമൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുന്ന സ്റ്റോയ്ക്കിനെയും നാട്ടുകാരെയുമാണ്. നിങ്ങൾ ഡ്രാഗൻസിന്റെ സ്ഥലം കണ്ടെത്തിയോ എന്ന് ഗോബർ ചോദിക്കുമ്പോൾ ഇല്ലടാ, അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ ഹിക്കപ്പിന്റെ കാര്യം എന്തായി എന്ന് സ്റ്റോയ്ക്ക് ചോദിക്കുമ്പോൾ എടാ, നിനക്ക് വളർത്താൻ അറിയില്ലെങ്കിൽ പറ, അവനിപ്പോ അടിപൊളിയാണ്. അവനിപ്പോ നിമിഷ നേരം കൊണ്ടാണ് ഡ്രാഗൻസിനൊക്കെ വീഴ്ത്തുന്നത്. ഇതിനിടെ നാട്ടുകാരൊക്കെ അവനെ കുറിച്ച് പറയുകയും എടാ, ഇത് ഹിക്കപ്പിനെ പറ്റി തന്നെയാണോടാ പറയുന്നത്? അതെ, അവനിപ്പോ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആരാധകരെ കൊണ്ട്. അവൻ ഡ്രാഗൻസിനെ മെരുക്കുകയാണ് എന്ന് ഗോബർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് സ്റ്റോയ്ക്ക് ഞെട്ടിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഡ്രാഗന്റെ മേലെ ഇരുന്ന് പറക്കാൻ പരിശീലിക്കുന്ന ഹിക്കപ്പിനെയാണ്. അവനിപ്പോൾ ഗിയർ പോലെയൊക്കെ ഡ്രാഗന്റെ മേലെ സെറ്റ് ചെയ്യുകയും ഡ്രാഗന്റെ സ്പീഡ് കൂടി എങ്ങനെ ഗിയർ മാറ്റണം എന്നുള്ളതൊക്കെ പേപ്പറിൽ എഴുതിയെടുത്തിരിക്കുകയാണ്. ശേഷം മോനെ, നിന്റെ വാലിത ഞാൻ 4ലേക്ക് ഇടുന്നു എന്ന് പറയുകയും അവൻ ഡ്രാഗന്റെ വാല് 4ലേക്ക് ഇടുന്നു. അങ്ങനെ അവർ ശാന്തമായി പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള പാറകൾക്കൊക്കെ ഡ്രാഗൻ പോയി ഇടിക്കുന്നു. ഇതോടെ അവൻ ഗിയർ 3ലേക്ക് ഇടുകയും അതോടെ അവർ മേളിലേക്ക് പറക്കാനും തുടങ്ങും. ഇതിനിടെ അവൻ എഴുതി വെച്ച സാധനം പറന്നു പോകാൻ നോക്കുമ്പോൾ അവൻ എങ്ങനെയൊക്കെ അത് പിടിക്കുന്നു. പക്ഷേ ഡ്രാഗന്റെ ഫുൾ കൺട്രോൾ പോവുകയും അവന്റെ സീറ്റ് ബെൽറ്റ് അഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. അതോടെ ഡ്രാഗനും അവനും താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതോടെ അവർ വീണ്ടും കൂടിച്ചേരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാറ്റിന്റെ ശക്തി കൊണ്ട് ഡ്രാഗന്റെ വാല് അവന്റെ നേർക്ക് തട്ടുന്നു. ശേഷം അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും അവൻ എങ്ങനെയൊക്കെയോ ഡ്രാഗന്റെ മേലെ കയറിയിരിക്കുന്നു. ശേഷം അവൻ ഗിയർ മാനുവൽ നോക്കിയതിനു ശേഷം ഗിയറൊക്കെ മാറ്റി അതിഗംഭീര സ്പീഡിൽ താഴേക്ക് പോവുകയും പാറകളുടെ ഇടയിലൂടെയൊക്കെ അവർ പോവുകയും ശേഷം അവർ ശാന്തമായ ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യും. അതോടെ അവർ സന്തോഷത്തോടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൻ മിന്നൽ വിട്ടൊക്കെ ആഘോഷിക്കുന്നു. ശേഷം അവർ ശാന്തമായ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയും അവിടെയുള്ള മീൻ കണ്ട് കുറച്ച് കുട്ടി ഡ്രാഗൻസ് അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ഹിക്കപ്പ് അതിനും മീൻ കൊടുക്കുന്നതോടെ അതും അവന്റെ അടുത്ത് വന്ന് കിടക്കും. പിന്നീട് കാണിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുന്ന ഹിക്കപ്പിനെയാണ്. അവൻ റൂമിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവിടേക്ക് വരികയും അച്ഛാ നിങ്ങൾ വന്നോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ശേഷം സ്റ്റോയ്ക്ക് സംസാരിക്കാൻ തുടങ്ങുകയും നിനക്കത് എത്ര കാലം എന്നിൽ നിന്നും ഒളിപ്പിക്കാൻ പറ്റും, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ഹിക്കപ്പ് ചോദിക്കുമ്പോൾ ഞാൻ അറിയാതെ ഈ ദ്വീപിൽ ഒന്നും നടക്കില്ല, അതുകൊണ്ട് നമുക്ക് ഡ്രാഗനെ പറ്റി സംസാരിക്കാം എന്ന് സ്റ്റോയ്ക്ക് പറയുകയും അത് ഞാൻ നിങ്ങളോട് പറയാൻ ഇരിക്കുകയായിരുന്നു എന്ന് ഹിക്കപ്പ് പറയുമ്പോൾ സ്റ്റോയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു. നിന്നെ കുറിച്ച് എല്ലാം ഗോബർ പറഞ്ഞിരുന്നു, നീ ട്രെയിനിങ് എല്ലാം
എല്ലാം മികച്ചതായി ചെയ്തു എന്ന് ഗോബർ പറഞ്ഞായിരുന്നു. ഇനി നീ ഗ്രോങ്കിൾ എന്ന ഡ്രാഗനിന്റെ തല എടുക്കുന്നത് എനിക്കൊന്ന് കണ്ടാൽ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി എന്നൊക്കെ സ്റ്റോയ്ക്ക് പറയുന്നു. ശേഷം അവൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഈ ഒരു തൊപ്പി നിന്നെ ഇത് ഇട്ട് കാണണമെന്ന് നിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ അവൾ അതിനു മുന്നേ പോയി. ഇതിട്ടാൽ നിന്റെ അമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ സ്റ്റോയ്ക്ക് പറയുന്നു. ശേഷം ഹിക്കപ്പ് ഉറക്കം വരുന്നത് പോലെ അഭിനയിക്കുകയും അതോടെ സ്റ്റോയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ച് ട്രെയിനിങ് നടത്തുന്നതാണ്. ഇതിനിടെ ഹിക്കപ്പും ആസ്ട്രിഡും ഒരു സ്ഥലത്ത് ഒളിക്കുകയും തവണ ഞാൻ എന്തായാലും ജയിക്കുമിട എന്നൊക്കെ ആസ്ട്രിഡ് പറഞ്ഞതിന് ശേഷം ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പതുങ്ങിയൊക്കെ പോവുകയും അതിന്റെ അടുത്തെത്തുന്നതോടെ അവൾ അലറി വിളിച്ച് അതിന്റെ നേർക്ക് പോകുമ്പോൾ ഹിക്കപ്പ് അതിനു മുന്നേ അതിനെ വീഴ്ത്തുന്നു. അതോടെ അവൾക്ക് വല്ലാതെ ദേഷ്യം പിടിക്കുകയും അന്ന നീയൊന്നും ഒരു കാലത്തും കുണം പിടിക്കില്ല എന്നൊക്കെ ആസ്ട്രിഡ് പറയുന്നു. ഡ്രാഗന്റെ തലവെട്ടാനുള്ള അടുത്ത ആള് ആരാണെന്ന് അമ്മൂമ്മയോട് ചോദിക്കുകയും അമ്മൂമ്മ ഹിക്കപ്പിനെ സെലക്ട് ചെയ്യുന്നു. അതോടെ കുട്ടികളൊക്കെ അവനെ പൊക്കിയെടുക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് ഡ്രാഗന്റെ അടുത്തേക്ക് എത്തിയ ഹിക്കപ്പിനെ അവനങ്ങനെ മീനിന്റെ കൊട്ടയൊക്കെ തുറന്ന് മോനെ ടൂത്ത്ലെസ് നീ എവിടെ എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനിടെ അവന്റെ മുന്നിൽ ആസ്ട്രിഡ് ഇരിക്കുന്നത് അവൻ പെട്ടെന്ന് കാണുകയും നീ എന്താ ഇവിടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. അതോടെ അവൾ അവനെ നേർക്ക് തിരിയുകയും നീ പെട്ടെന്നാണ് മാറിയത്, ചുള്ളിക്കൊമ്പ് പോലത്തെ നീ ഈ അടവൊക്കെ പഠിക്കണമെങ്കിൽ ആരെങ്കിലും നിന്നെ പരിശീലിപ്പിക്കും, പിന്നെ ആരാടാ പരിശീലിപ്പിക്കുന്നേ എന്ന് അവൾ ചോദിക്കുകയും അതൊക്കെ വെറുതെ നിന്റെ തോന്നലാണ് എന്നൊക്കെ ഹിക്കപ്പ് പറയും. ഇതിനിടെ അവിടെ എന്തോ സൗണ്ട് കേൾക്കുകയും അവൾ അങ്ങോട്ട് പോവാൻ നോക്കുമ്പോൾ ഹിക്കപ്പ് ഓരോന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അടിച്ചിടുന്നു. അതോടെ ഡ്രാഗൻ അങ്ങോട്ടേക്ക് വരികയും വല്ലാതെ അലറാനൊക്കെ തുടങ്ങുകയും അതോടെ ഹിക്കപ്പ് ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞതോടെ ഡ്രാഗൻ അടങ്ങും. അതോടെ അവൾ ഇതാരാടാ എന്നൊക്കെ ചോദിക്കുകയും ഇത് ടൂത്ത്ലെസ് ആണെന്ന് അവൻ പരിചയപ്പെടുത്തുന്നു. അതോടെ അവൾ അവിടെ നിന്നും ഓടുകയാണ്. അവൾ വീട്ടിലെത്തിയാൽ നമ്മൾ തീർന്നു, അതിനു മുന്നേ അവളെ പൊക്കണം എന്ന് ഹിക്കപ്പ് പറയും. അതോടെ അവൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ പൊക്കുകയും അവളെ കൊണ്ടുപോയി ഒരു മരത്തിന്റെ മേലെ ഇടുന്നു. ശേഷം അവൾ താഴെ ഇറക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചുതരാം എന്ന് ഹിക്കപ്പ് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല. അതോടെ ഹിക്കപ്പ് അവളോട് കെഞ്ചുകയും അതോടെ മറ്റു വഴികളില്ലാതെ അവൾ അതിനെ സമ്മതിക്കുന്നു. അതോടെ അവൾ ഡ്രാഗന്റെ മേളിലേക്ക് കയറിയിരിക്കുകയും എന്നെ താഴെ ഇറക്കിയാൽ മതി എന്നൊക്കെ അവൾ പറയുന്നു. അതോടെ ഹിക്കപ്പ് പതിയെ പറക്കാൻ പറയുകയും ഡ്രാഗൻ സ്പീഡിൽ മുകളിലേക്ക് പറക്കാൻ ആരംഭിക്കും. അതോടെ അവൾ വല്ലാതെ പേടിക്കുകയും മുകളിലെത്തിയ ഡ്രാഗൻ താഴേക്കും സ്പീഡിൽ പറക്കുന്നു. ഇതിനിടെ എടാ ടൂത്ത്ലെസ്സേ നമ്മൾ അവളെ ഇംപ്രസ് ചെയ്യാനാ പറക്കുന്നു, അല്ലാതെ കൊല്ലാനല്ല എന്നൊക്കെ ഹിക്കപ്പ് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഡ്രാഗൻ കേൾക്കാതെ കറങ്ങിയൊക്കെ പറക്കുകയും അതോടെ അവൾ ഹിക്കപ്പിന്റെ അടുത്ത് സോറി പറയുന്നതോടെ ഡ്രാഗൻ ശാന്തമായി പറക്കാൻ തുടങ്ങും. അതോടെ അവൾ കണ്ണു തുറക്കുകയും അവൾ നോക്കുമ്പോൾ ഇപ്പോൾ മേഘത്തിനുള്ളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ പറന്ന് പല കാഴ്ചകൾ കാണുകയും സ്വർഗത്തിലെത്തിയതുപോലെയൊക്കെ അവർക്ക് തോന്നുന്നു. ഇതിനിടെ അവർ മേഘത്തിനുള്ളിലൂടെ വർക്കെന്ന അവരുടെ ദ്വീപ് കാണുകയും ആസ്ട്രിഡ് ഹിക്കപ്പിനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവർ വീണ്ടും കടലിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയും ഇവനാളെ സൂപ്പർ അവനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ആസ്ട്രിഡ് പറയും. ശേഷം അവൾ നാളെയാണ് നിന്റെ ഡ്രാഗനെ കൊല്ലാനുള്ള ദിവസം എന്നൊക്കെ പറയും. നിനക്കൊരു ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ല എന്ന് എനിക്കറിയാമെന്നും ആസ്ട്രിഡ് പറയും. ഇതിനിടെ അവിടെ എന്തോ അപകടം ഡ്രാഗനെ മണക്കുകയും അവർ നോക്കുമ്പോൾ അവർക്ക് ചുറ്റും പല ഡ്രാഗൻസും പറന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ അവരുടെ ഗ്രാമത്തിലെ എല്ലാ ആടുകളെയും ഒക്കെ ഡ്രാഗൻ പിടിച്ചുകൊണ്ടു പോവുകയാണ്. അങ്ങനെ അവർ അഗ്നിപർവ്വതത്തിന്റെ ഇടയിലൂടെയൊക്കെ പറക്കുകയും അതിന് ചുറ്റും പറന്നതിന് ശേഷം അതിന്റെ ഉള്ളിലേക്ക് കയറുന്നു. അവർ നോക്കുമ്പോൾ എല്ലാ ഡ്രാഗനും പിടിച്ച ആടുകളെയൊക്കെ താഴേക്ക് ഇടുകയാണ്. ഇതിനിടെ അങ്ങോട്ടേക്ക് ഒരു ചെറിയ ഡ്രാഗൻ വരികയും അത് കഴിച്ച ബാക്കി ഫുഡ് അതിലേക്ക് തുപ്പുന്നു. ശേഷം അത് പറക്കാൻ ശ്രമിക്കുമ്പോൾ വലിയൊരു ഡ്രാഗൻ അതിൽ നിന്നും പൊങ്ങി വരികയും അതിനെ കടിച്ച് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിനിടെ ആ വലിയ ഡ്രാഗൻ അവരെ കാണുകയും അവർ എങ്ങനെയൊക്കെയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. അതോടെ ആസ്ട്രിഡ് വലിയ ഡ്രാഗനെ കണ്ട കാര്യം അച്ഛനോട് പറയട്ടെ എന്ന് പറഞ്ഞ് അവൾ ഓടാൻ ശ്രമിക്കുമ്പോൾ ഹിക്കപ്പ് അവളെ തടയുകയും നീ ആ കാര്യം പറഞ്ഞാൽ ഈ ഡ്രാഗനെ കൂടി അച്ഛൻ കൊല്ലുമെന്ന് പറയുന്നു. നീ എന്താണ് ഈ പറയുന്നത്? ആ റാണി ഡ്രാഗന് വേണ്ടിയാണ് ഈ ഡ്രാഗനുകളൊക്കെ നമ്മളുടെ ഫുഡൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. ഇത്രയും കാലം നിന്റെ അച്ഛൻ അന്വേഷിക്കുന്നത് ആ ഒരു സ്ഥലമാണ് എന്നൊക്കെ ആസ്ട്രിഡ് പറയുമ്പോൾ നമുക്കതിനു വേണ്ടി മറ്റൊരു വഴി കണ്ടെത്താമെന്ന് ഹിക്കപ്പ് പറയുന്നതോടെ അവൾ അടങ്ങുകയും അവനൊരു അടി കൊടുത്തതിന് ശേഷം ഇത് നീ എന്നെ ഇന്ന് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവൾ ഒരു ഉമ്മ കൊടുക്കുകയും ഇത് ബാക്കിയുള്ള എല്ലാത്തിനും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. നാട്ടുകാരൊക്കെ ഹിക്കപ്പ് ഡ്രാഗനെ കൊല്ലുന്നത് കാണാൻ വേണ്ടി തടിച്ചുകൂടിയിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ അച്ഛൻ അവിടെ പ്രസംഗിക്കുകയും അവനെക്കുറിച്ച് നല്ല പറയുകയും അവനിന്ന് ഡ്രാഗനെ കൊല്ലുന്നതോടെ ശരിയായ വൈക്കിംഗ് ആവുമെന്നൊക്കെ പറഞ്ഞ് അവർ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനിടെ ഹിക്കപ്പിനെ കാണിക്കുകയും ഈ ഒരു പോരാട്ടത്തിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ടൂത്ത്ലെസ്സിനെ നീ ഇവരെത്താത്ത സ്ഥലത്തേക്ക് മാറ്റണം, അതോടെ ആസ്ട്രിഡ് നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. ഇതിനിടെ ഗോബർ അങ്ങോട്ടേക്ക് വരികയും പോരാട്ടത്തിന് സമയമായി എന്ന് പറയുന്നതോടെ ഹിക്കപ്പ് റെഡിയാവുന്നു. അവിടെയുള്ള ആൾക്കാരൊക്കെ ഹിക്കപ്പ് ഹിക്കപ്പ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശേഷം അവൻ ആയുധങ്ങൾ എടുക്കുകയും ഡ്രാഗനെ തുറന്നു വിടുകയും ചെയ്യുന്നു. ശേഷം ഡ്രാഗൻ അവന് നേർക്ക് വരികയും ഡ്രാഗൻ അവന്റെ അടുത്തേക്ക് എത്തുന്നതോടെ അവൻ ആയുധങ്ങളും തൊപ്പിയുമൊക്കെ തറയിലേക്ക് ഇടുകയും ഞാൻ അവരിലൊരാളല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ മെരുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞെട്ടുകയും അച്ഛൻ ഉറക്കനെ നിർത്തട എന്നൊക്കെ പറയുന്നതോടെ ഡ്രാഗൻ വയലന്റ് ആവുന്നു. അതോടെ ഡ്രാഗൻ അവനെ ആക്രമിക്കാൻ നോക്കുന്നു. ഇതിനിടെ ദൂരെ നിന്ന് ഇതൊക്കെ അറിയുന്ന ടൂത്ത്ലെസ് ഓടിക്കൊണ്ടിരിക്കുന്നു. ശേഷം ആസ്ട്രിഡ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾക്കും അതിന് പറ്റുന്നില്ല. അതോടെ അവന്റെ അച്ഛൻ തന്നെ അവനെ രക്ഷിക്കാൻ വരികയും അവിടെയുള്ള ഡോർ തുറന്നു വെച്ച് അവരോട് ഓടി വരുവാൻ പറയുകയും ആസ്ട്രിഡ് പുറത്തേക്ക് ഇറങ്ങുന്നതോടെ ഹിക്കപ്പ് ഉള്ളിൽ പെട്ടുപോകുന്നു. അതോടെ ഡ്രാഗൻ അവനെ നേർക്ക് തിരിയുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി ഒരു ഗംഭീര പരവ് തന്നെ അങ്ങോട്ടേക്ക് വരുന്നു. ഇതൊക്കെ കണ്ട് നാട്ടുകാർ
നാട്ടുകാരൊക്കെ ഞെട്ടിയിരിക്കുക. ഇതാണ് നൈറ്റ് ഫ്യൂരി എന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം നൈറ്റ് ഫ്യൂരി ആ ഡ്രാഗനെ കടിച്ചു വീഴ്ത്തുകയും ഡ്രാഗൻ അവിടെ നിന്നും പേടിച്ചു പോകുന്നു. ശേഷം നാട്ടുകാരൊക്കെ അതിന് നേരെ തിരിയുന്നത് കണ്ട് ഹിക്കപ്പ് അതിനെ തള്ളി പറഞ്ഞേക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പോകുന്നില്ല. അതോടെ നാട്ടുകാരൊക്കെ അതിനെ പിടിക്കാൻ വേണ്ടി വരികയും ഹിക്കപ്പിന്റെ അച്ഛനും അതിനെ പിടിക്കാൻ വേണ്ടി വരും. ശേഷം ടൂത്ത്ലെസ് ഹിക്കപ്പിന്റെ അച്ഛനെ നേർക്ക് തിരിയുകയും എന്റെ അച്ഛനെ അത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വേണ്ട അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും നാട്ടുകാരെ ഒന്നും ചെയ്യരുത് എന്നും ഹിക്കപ്പ് പറയുന്നതോടെ അത് ഒന്നും ചെയ്യാതെ നിൽക്കും. അതോടെ നാട്ടുകാരൊക്കെ അതിനെ പിടിച്ചു വെക്കുകയും സ്റ്റോയിക് അതിനെ കൂട്ടിലടക്കാനും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റോയിക് ഹിക്കപ്പിനെ റൂമിലേക്ക് കൊണ്ടുപോയതാണ്. നീ എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ സ്റ്റോയിക് പറയുന്നു. അല്ല അച്ഛാ, ഞാനിത് ആദ്യമേ പറയാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷേ അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ ഹിക്കപ്പ് പറയുകയും ഞാൻ ഡ്രാഗനെ ഓർത്തിട്ടാണ് ദുഃഖിക്കുന്നത്. അവർ നമ്മുടെ 100 കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് എന്നൊക്കെ സ്റ്റോയിക് പറയുമ്പോൾ നമ്മളവരെ 1000 കണക്കിന് കൊന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരും നമ്മളെ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവർ ഫുഡ് മോഷ്ടിക്കുന്നത് അത് അവർ വലിയൊരു ഡ്രാഗന് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നും ഫുഡ് എടുത്തിട്ടില്ലെങ്കിൽ അവരെ ആ വലിയ ഡ്രാഗൻ കൊല്ലും, അതുകൊണ്ടാണ് അവർ ഇവിടെ നിന്നും ഫുഡ് എടുത്തു പോകുന്നത്. നീ എങ്ങനെയാണ് ആ സ്ഥലം കണ്ടെത്തിയത് എന്നൊക്കെ സ്റ്റോയിക്ക് ചോദിക്കും. അത് നമ്മൾക്ക് കണ്ടെത്താനാവില്ല, അത് ഡ്രാഗൻസിന് മാത്രമേ പറ്റൂ. എന്നെ ടൂത്ത്ലെസ് ആണ് അവിടെ എത്തിച്ചത് എന്നൊക്കെ ഹിക്കപ്പ് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോവാൻ സ്റ്റോയിക് റെഡിയാവുകയാണ്. അതോടെ അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നൊക്കെ ഹിക്കപ്പ് പറയുന്നുണ്ടെങ്കിലും സ്റ്റോയിക് അതൊന്നും കേൾക്കുന്നില്ല. ഇതോടെ അവൻ പറഞ്ഞു മനസ്സിലാക്കാൻ കൂടുതൽ കെഞ്ചുന്നുണ്ടെങ്കിൽ അവന്റെ അച്ഛൻ അവനെ അവിടെ തട്ടിയിട്ടതിന് ശേഷം ഇനി മുതൽ നീ ഒരു വൈക്കിങ്ങുമല്ല എന്റെ മകനുമല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ശേഷം സ്റ്റോയിക് കപ്പൽ റെഡിയാക്കുകയും കൂട്ടിയിട്ട ഡ്രാഗനെ അതിൽ കയറ്റുന്നു. ശേഷം നിന്റെ വീട്ടിലേക്കുള്ള വഴി കാണിക്കടാ ചെകുത്താനെ എന്ന് സ്റ്റോയിക് പറയുകയും അവർ കപ്പൽ മുന്നോട്ടെടുക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഹിക്കപ്പ് മേലെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആസ്റ്റഡ് അവന്റെ അടുത്തേക്ക് വരികയും നിന്റെ അച്ഛനെ നിനക്ക് നഷ്ടമായി, കൂടെ ഡ്രാഗനെയും. നിനക്കിപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ആസ്റ്റഡ് അവനോട് ചോദിക്കുകയും എനിക്കിപ്പോൾ തോന്നുന്നത് ആ ഡ്രാഗനെ ഞാൻ ആദ്യമേ കൊല്ലേണ്ടതായിരുന്നു എന്നാണ്. നീ എന്തുകൊണ്ടാണ് അതിനെ കൊല്ലാത്തത് എന്ന് ആസ്റ്റഡ് ചോദിക്കുമ്പോൾ ഞാൻ അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എന്നെ പോലെ അവനും പേടിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. 300 വർഷങ്ങൾക്കിടയിൽ ഒരു ഡ്രാഗനെ പോലും കൊല്ലാത്ത വൈക്കിംഗ് ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന് ഹിക്കപ്പ് പറയുമ്പോൾ ഡ്രാഗന്റെ മേലെ ഇരുന്ന് ആദ്യമായി യാത്ര ചെയ്തത് നീയാണ്. നിന്റെ ടൂത്ത്ലെസ് ഇപ്പോൾ ഒരുപാട് പേടിച്ചു കാണും. ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് അവൾ വീണ്ടും ചോദിക്കുകയും ഒരു ഭ്രാന്തൻ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടുന്നു. അതോടെ അവളും അവന്റെ കൂടെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സ്റ്റോയിക്കും നാട്ടുകാരും കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടെ അവർ ഡ്രാഗനെ ശ്രദ്ധിക്കുകയും ഡ്രാഗൻ എന്തോ ശബ്ദം കേട്ട് നോക്കുന്ന സ്ഥലത്തേക്ക് അവർ കപ്പലെടുക്കുന്നു. അങ്ങനെ വീണ്ടും അവർ മുന്നോട്ട് പോവുകയും കപ്പൽ കരക്കെത്തുകയും ചെയ്യുന്നു. സ്റ്റോയിക്ക് നോക്കുമ്പോൾ അവിടെ എന്തോ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടെ സ്റ്റോയിക്ക് സ്ഥലമെത്തി എന്ന് പറഞ്ഞതിന് ശേഷം കരയിലേക്ക് എടുത്തു ചാടുന്നു. അതോടെ ആ ശബ്ദവും നിൽക്കുന്നുണ്ട്. ഇതേസമയം ഹിക്കപ്പും പിള്ളേരും ഡ്രാഗനെ മെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരോരോരുത്തർക്കും ഡ്രാഗൻ മെരുകുന്നു. ശേഷം കാണിക്കുന്നത് സ്റ്റോയിക്കിനെയും ആൾക്കാരെയും ആണ്. അവരിപ്പോൾ യുദ്ധത്തിന് റെഡിയാവുകയും അവർ മുന്നിലുള്ള പർവ്വതത്തിന് നേരെ വലിയ കല്ലുകൾ അടിച്ചു വിടുന്നതോടെ വലിയൊരു ഗുഹ അതിൽ രൂപപ്പെടുന്നു. ശേഷം അതിലേക്ക് ഒരു തീ കത്തിച്ച പാറ വിടുകയും അതിന്റെ ഉള്ളിലേക്ക് സ്റ്റോയിക് ചെന്നതിന് ശേഷം എല്ലാ ഡ്രാഗനെയും അടിച്ചോടിക്കുന്നു. ഇതോടെ അവർ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ഗുഹയുടെ ഉള്ളിൽ നിന്നും വലിയ അലർച്ച കേൾക്കുകയും ആ വലിയ പർവ്വതം പൊളിയാനും തുടങ്ങുന്നു. അതോടെ സ്റ്റോയിക് അതിന്റെ അടുത്ത് നിന്നും മാറി നിൽക്കാൻ പറയുകയും അവർ നോക്കുമ്പോൾ വലിയ ഡ്രാഗൻ അതിൽ നിന്നും ഇറങ്ങി വരികയാണ്. ഡ്രാഗന്റെ വലുപ്പം കണ്ട് സ്റ്റോയിക്ക് ഞെട്ടിപ്പോകുന്നു. ഇനി ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശേഷം ആ വലിയ ഡ്രാഗൻ അവിടെ തീയൂതുകയും അവരുടെ കപ്പലിനൊക്കെ തീപിടിച്ച് നശിക്കാൻ തുടങ്ങുന്നു. അതോടെ വീണ്ടും സ്റ്റോയിക്കിനെ കാണിക്കുകയും ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളെ മാറ്റണമെന്ന് ഞാൻ ഡ്രാഗന്റെ ശ്രദ്ധ മാറ്റാമെന്ന് പറഞ്ഞ് സ്റ്റോയിക്ക് പോവാൻ നിൽക്കുമ്പോൾ ഗോബറും കൂടെ ചെല്ലുന്നു. അതോടെ സ്റ്റോയിക്കും ഗോബറും അവിടെയുള്ള കുന്തമൊക്കെ എടുത്ത് അതിന് നേരെ എറിയുന്നുണ്ടെങ്കിലും അതിന് ഒന്നും പറ്റുന്നില്ല. അതോടെ അത് അവർക്ക് നേരെ തീ ഊതാൻ വരുമ്പോൾ അതിന്റെ തലക്ക് നേരെ തീ വന്ന് കൊള്ളുന്നു. അവർ നോക്കുമ്പോൾ ഹിക്കപ്പും പിള്ളേരുമാണ്. ഹിക്കപ്പ് ഡ്രാഗന്റെ മേലെ ഇരുന്ന് പറക്കുന്നത് കണ്ട് സ്റ്റോയിക് ഞെട്ടിയിരിക്കുകയാണ്. അതോടെ ഗോബർ ഇതുപോലത്തെ വൈക്കിങ്സിനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും സ്റ്റോയിക് വാ പൊളിച്ച് നിൽക്കുകയും ചെയ്യും. ശേഷം ഹിക്കപ്പ് തടിയന്റെ അടുത്ത് ഈ ഡ്രാഗനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുകയും അവനത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം പിള്ളേർ അതിനെ ഷീൽഡിനൊക്കെ മുട്ടി ഇടങ്ങാറാക്കുന്നു. ഇതേസമയം ഹിക്കപ്പ് ആസ്റ്റഡിന്റെ ഡ്രാഗൻ വഴി ടൂത്ത്ലെസിന്റെ അടുത്ത് എത്തുകയും ഞാൻ ഇവനെ നോക്കിക്കോളാം, നീ പോയി അവരെ ഹെൽപ്പ് ചെയ് എന്നൊക്കെ ഹിക്കപ്പ് പറയുന്നു. ശേഷം അവൻ ഡ്രാഗന്റെ ഒരു ലോക്ക് അഴിക്കുകയും ഇതേസമയം പിള്ളേർ അതിഗംഭീരമായി വലിയ ഡ്രാഗനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ അതിന്റെ കണ്ണിനിട്ട് ആഞ്ഞടിക്കുകയും അതോടെ വലിയ ഡ്രാഗൻ അവിടെയുള്ള എല്ലാം അതിന്റെ വാല് ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കുന്നു. ഇതിനിടെ ഹിക്കപ്പ് ഇരിക്കുന്ന ബോട്ടിലേക്ക് ഒരു മരം വീഴുകയും ടൂത്ത്ലെസ് വെള്ളത്തിനടിയിലേക്ക് പോവുകയും ചെയ്യും. അതോടെ ഹിക്കപ്പ് വെള്ളത്തിനടിയിലേക്ക് നീന്തി ചെല്ലുകയും അതിന്റെ ലോക്ക് അഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് അത് പറ്റുന്നില്ല. അവനങ്ങനെ വീണ്ടും വീണ്ടും ശ്രമിക്കുകയും അവൻ ബോധം കെട്ടുപോവുകയും ചെയ്യും. ഇതിനിടെ അവന്റെ അച്ഛൻ അങ്ങോട്ട് വരികയും അവനെ എടുത്ത് മേലേക്ക് ഇടുന്നു. ശേഷം വീണ്ടും സ്റ്റോയിക് വെള്ളത്തിലേക്ക് ചാടുകയും ഡ്രാഗന്റെ അടുത്ത് ചെന്ന് അതിന്റെ ലോക്ക് അഴിക്കുന്നു. അതോടെ ഡ്രാഗൻ സ്റ്റോയിക്കിനെയും എടുത്ത് മുകളിലേക്ക് വരികയും ഹിക്കപ്പിനോട് അതിന്റെ മേലേക്ക് കയറാനും പറയുന്നു. അതോടെ ഹിക്കപ്പ് ഓടി വന്ന് അതിന്റെ മേലേക്ക് കയറുകയും അവൻ പറക്കുന്നതിന് മുന്നേ അവന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വരും. ശേഷം സ്റ്റോയിക് അവനോട് സോറി പറയുകയും നിനക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അതോടെ നമ്മൾ വൈക്കിംഗ് അല്ല അച്ഛ എന്ന് പറയുകയും നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എന്ന് അച്ഛനും പറയുന്നു. അതോടെ അവൻ മുകളിലേക്ക് പറന്നു പോകും. ശേഷം ആസ്റ്റഡിനെ ആ ഡ്രാഗൻ വായിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ ഹിക്കപ്പും ഡ്രാഗനും മേലെ
മേലെ നിന്ന് വരികയും അതിന്റെ മേലേക്ക് മിന്നൽ അടിച്ചുവിടും. അതോടെ ആസ്ട്രിഡ് താഴേക്ക് വീഴുകയും അവളെ ഡ്രാഗൻ പിടിക്കുകയും അവളെ നോക്കി ചിരിച്ചതിന് ശേഷം അവളെ അവിടെ പാറയുടെ മേലെ ഇറക്കി വിടുന്നു. ശേഷം അവർ മുകളിലേക്ക് വീണ്ടും പോവുകയും പെട്ടെന്ന് താഴേക്ക് തിരിഞ്ഞതിന് ശേഷം താഴേക്ക് സ്പീഡിൽ പോവുകയും അതിന്റെ നേർക്ക് വീണ്ടും മിന്നലടിച്ചു വിടുകയും ചെയ്യുന്നു. അതോടെ ആ വലിയ ഡ്രാഗൻ വീണിരിക്കുകയാണ്. ശേഷം അത് എണീക്കുകയും അതിന്റെ ചിറകുപയോഗിച്ച് പറക്കാനും തുടങ്ങുന്നു. അതോടെ ഹിക്കപ്പും ഡ്രാഗനും പാറകൾക്കിടയിലൂടെ പോവുകയും അതൊക്കെ അടിച്ചു പൊട്ടിച്ച് വലിയ ഡ്രാഗനും പിന്നാലെ പോകും. അതോടെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഹിക്കപ്പിന് മനസ്സിലാവുകയും അവർ നേരെ മേഘത്തിലേക്ക് വച്ചുപിടിക്കുന്നു. ശേഷം മേഘത്തിലേക്ക് എത്തുകയും വലിയ ഡ്രാഗൻ അതിനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഘം കാരണം കാണാൻ കഴിയുന്നില്ല. അതോടെ നൈറ്റ് ഫ്യൂരി ഒളിച്ചു നിന്ന് തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെയുള്ളവർ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശേഷം വലിയ ഡ്രാഗൻ മേഘത്തിലേക്ക് മുഴുവനായി തീയൂതുകയും ഹിക്കപ്പ് ഉണ്ടാക്കിയ വാലിന് അത് പിടിക്കുകയും ചെയ്യും. അതോടെ നൈറ്റ് ഫ്യൂരി വേറെ വഴിയില്ലാതെ താഴേക്ക് പറക്കാൻ പറയുകയും അവർ താഴേക്ക് പോകുന്നത് കണ്ട് അതും കൂടെ വരും. എന്നിട്ടത് തീയൂതാൻ ശ്രമിക്കുമ്പോൾ ഹിക്കപ്പ് അതിന്റെ വായിലേക്ക് വെടിവെക്കാൻ പറയുകയും അത് വെക്കുന്നതോടെ അതിന്റെ കഥ കഴിയുകയും ചെയ്യും. അതോടെ അത് താഴേക്ക് വീണ് പൊട്ടിത്തെറിക്കുകയും പൊട്ടിത്തെറിയിനിടയിലൂടെ അവർ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുമ്പോൾ വാല് മുഴുവനായി കത്തിപ്പോവുകയും ഇതിനിടെ ആ വലിയ ഡ്രാഗന്റെ വാല് വന്ന് അതിന്റെ മേലേക്ക് തട്ടുന്നു. അതോടെ ഹിക്കപ്പ് താഴേക്ക് പോവുകയും ടൂത്ത്ലെസ് അവനെ പിടിക്കാൻ വേണ്ടി താഴേക്ക് പറക്കും. ശേഷം കാണിക്കുന്നത് എല്ലാം കത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് എത്തിയിട്ടുള്ള സ്റ്റോയിക്കിനെ. സ്റ്റോയിക് ഹിക്കപ്പിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്റ്റോയിക്ക് അവിടെ ഡ്രാഗനെ മാത്രം കാണുകയും ഹിക്കപ്പ് കത്തിത്തീർന്നു എന്ന് മനസ്സിലാവുകയും ചെയ്യും. അതോടെ സ്റ്റോയിക്ക് അവിടെ ഇരുന്ന് ഇത് എന്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടേക്ക് ആസ്ട്രിഡ് എത്തുകയും അവളും ഇതൊക്കെ കണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവരൊക്കെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൻ കണ്ണു തുറക്കുകയും അതിന്റെ ചിറക് തുറന്ന് ഹിക്കപ്പ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതോടെ സ്റ്റോയിക്ക് അവനെ എടുത്തതിന് ശേഷം ഹൃദയമെടുപ്പ് നോക്കുകയും അവന് ജീവനുണ്ട് എന്ന് നാട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്യും. അതോടെ അവർ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഇതിനിടെ സ്റ്റോയിക്ക് ഡ്രാഗനെ തടവുകയും എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും എന്റെ മകനെ രക്ഷിച്ചതിന് നന്ദിയെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിക്കപ്പിനെയാണ്. അവനങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൻ അവനെ നക്കി എഴുന്നേൽപ്പിക്കുന്നു. നീ എന്റെ റൂമിലാണോടാ എന്നൊക്കെ പറഞ്ഞ് അവൻ അത്ഭുതപ്പെടും. ശേഷം അവൻ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ അവന്റെ കാല് പോരാട്ടത്തിൽ നഷ്ടമായിരുന്നു. അങ്ങനെ അവൻ ആ ഇരുമ്പ് കാല് വെച്ച് പുറത്തേക്ക് നടക്കുകയും വാതിൽ തുറന്ന് അവൻ ഞെട്ടിപ്പോകുന്നു. അവൻ നോക്കുമ്പോൾ നാട്ടിലുള്ള എല്ലാ ഡ്രാഗനെയും അവർ മെരുക്കിയെടുത്തിരിക്കുകയാണ്. ശേഷം അവിടേക്ക് സ്റ്റോയിക്കും നാട്ടുകാരൊക്കെ വരികയും ഇപ്പോഴാണ് എല്ലാം ശരിയായത് എന്നൊക്കെ അവർ പറയുന്നു. ശേഷം അവിടേക്ക് ഗോബർ വരികയും ഞാൻ ഉണ്ടാക്കിയ കാലെങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നു. ശേഷം അവിടേക്ക് ആസ്ട്രിഡ് വരികയും അവനൊരു അടി കൊടുക്കുന്നു. നീ എന്തിനാണ് എന്നെ തല്ലിയത് എന്ന് അവൻ ചോദിക്കുമ്പോൾ പേടിപ്പിച്ചതിനാണ് എന്ന് അവൾ പറയുകയും ശേഷം ഒരു ഉമ്മ കൊടുക്കുകയും ബാക്കിയുള്ള എല്ലാത്തിനും എന്നും പറയുന്നു. ഇതിനിടെ ഗോബർ അവനൊരു പുതിയ വാല് കൊടുക്കുന്നു. അതോടെ ടൂത്ത്ലെസ് എല്ലാവരെയും തട്ടിയിട്ട് അങ്ങോട്ട് വരികയും അവൻ അതിന്റെ മേലെ കയറി പറക്കാൻ നിൽക്കുമ്പോൾ ഇതാണ് ബർക്ക്. ഇവിടെ 9 മാസം മഞ്ഞുകാലം 3 മാസം വേനലുമാണ്. പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് അത്ര നല്ലതൊന്നുമല്ല. എങ്കിലും ഇവിടെ ഉള്ളത് നല്ല മനുഷ്യരാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ കുതിരകളും നായ്കളും ഒക്കെ ആയിരിക്കും പെറ്റ്സ്, എന്നാൽ ഇവിടെ ഡ്രാഗൻസ് ആണ് എന്ന് പറഞ്ഞ് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് വഴി രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.